ഇന്ത്യക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു 3 ദിവസം പിന്നിടുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ 5ാം സ്ഥാനത്താണുള്ളത്. ശ്രീലങ്കയ്ക്കെതിരെ വിജയിച്ചാൽ 4ാം സ്ഥാനത്തേക്ക് മാക്സിമം എത്താൻ പറ്റുന്നുണ്ടാവുള്ളൂ. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാറ്റേഴ്സ് ഉണ്ടായിട്ട് പോലും അവർക്ക് ആ ഒരു രീതിയിൽ പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ പടിക്കലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പടിക്കൽ അത്യാവശ്യം നല്ല പ്രതിഭ ഉണ്ടായിട്ടും പല സമയത്തും തഴയപ്പെട്ട ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. സായി സുദർശൻ പരിക്കേറ്റത് കൊണ്ട് മാത്രമാണ് പടിക്കൽ ഒരുപക്ഷെ ടീമിൽ ഇടം നേടിയിട്ടുണ്ടാവുക. അടുത്തൊരു നെക്സ്റ്റ് സെറ്റ് ഓഫ് പ്ലെയേഴ്സിനെ കൊണ്ടുവരാൻ ലങ്കയ്ക്ക് കഴിഞ്ഞില്ല. അതുതന്നെയാണ് അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു അപജയത്തിൻ്റെ കാരണം. നമസ്കാരം, ടാക്ടേഴ്സിലേക്ക് സ്വാഗതം. ഇന്ത്യ ശ്രീലങ്ക 1ാം ടെസ്റ്റ് ഗാലയിൽ പുരോഗമിക്കുകയാണ്. 3ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ സുരക്ഷിതമായൊരു നിലയിലാണ്. ശ്രീലങ്ക അവർക്ക് 178 റൺസ് വഴങ്ങി ആദ്യ ഇന്നിങ്സ് അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. മഴയുടെ ഭീഷണിയുണ്ട്. എങ്കിലും കളി ഇന്ത്യ ജയിക്കുമെന്ന സാധ്യതയിലേക്കാണ് പുരോഗമിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിപ്പം ജയേഷ് പൂക്കോട്ടിനോടൊപ്പം സമീർ പിലാക്കലും. ജയേഷ്, ഈ കളി ഇന്ത്യ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, പന്ത് അതിഗംഭീരമായിട്ട് തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഗാലയിൽ പിച്ച്. നമുക്കറിയാം ഗാലയിൽ പിച്ച് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ തന്നെ സ്പിന്നെ തുണയ്ക്കുന്നതാണ്. 3ാം ദിനം മുതൽ അത് കൂടുതൽ തിരിയുമെന്നുള്ള കാര്യമൊക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇടയ്ക്ക് വരുന്ന മഴ ഒഴിച്ചു കഴിഞ്ഞാൽ കംഫർട്ടബിളായിട്ടുള്ളൊരു ലീഡ് ഇന്ത്യക്കുണ്ട്. 178 റൺസിൻ്റെ ലീഡുണ്ട്. ഫോളോ ഓൺ ചെയ്യിക്കാൻ പറ്റുന്നത് അത് കഴിഞ്ഞില്ല. ഗംഭീരമായിട്ടൊരു കൂട്ടുകെട്ട് നമ്മളവിടെ കണ്ടു. അത് വേണമല്ലോ മത്സരമാകുമ്പോൾ. പക്ഷേ എങ്കിലും ഇനി 2 ദിവസം അവശേഷിക്കുന്നു. മഴ വലിയ രീതിയിൽ കളി നഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ ജഡേജയും കുൽദീപും ചേർന്ന് ശ്രീലങ്കയെ പിടിച്ചു കെട്ടുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇന്ത്യക്ക് 2ാം ഇന്നിങ്സ് നിർണായകമാണ്. എങ്ങനെയായിരിക്കും കളി പുരോഗമിക്കാൻ സാധ്യത? അതായത് ഒരു ടെസ്റ്റിൽ 3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം 5 സെഷനുകൾ നഷ്ടമായ ടെസ്റ്റാണിത്. പക്ഷേ എന്നാൽ പോലും ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നൊരു പ്രതീതി നമുക്ക് വന്നിട്ടുണ്ട്. അത് ഇന്ന് അവസാന സെഷനുകളിൽ നടത്തിയ ഇന്ത്യയുടെ ഒരു ഗംഭീരമായ പെർഫോമൻസ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ 178 റൺസ് ലീഡാണ് ഇന്ത്യക്കുള്ളത് 1ാം ഇന്നിങ്സിൽ നിന്ന്. നാളെ ഒരു 80 ഓവറെങ്കിലും, നാളെ മുഴുവൻ ഡേ കിട്ടുവാണെങ്കിൽ ഒരു 80 ഓവറെങ്കിലും ബാറ്റ് ചെയ്ത് ഒരു 300-330 മുകളിൽ ഒരു സ്കോർ ഇന്ത്യ ഉണ്ടാക്കി ഒരു 500-നടുത്തൊരു ടോട്ടൽ ശ്രീലങ്കയ്ക്ക് വെക്കും. ആകെ ടോട്ടൽ ഒരു വിജയലക്ഷ്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവസാന ദിനം ഒരു 90 പ്ലസ് നാളത്തെ ഒരു 10, നാളത്തെ ഒരു അവസാന 10 ഓവർ ക്രൂഷ്യലായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു 100 ഓവറിലൊരു 500 റൺസിനടുത്തൊരു വിജയലക്ഷ്യം ശ്രീലങ്കയ്ക്ക് വെച്ച് എന്തായാലും അവസാന നിമിഷമാകുമ്പോഴേക്ക് ബൗളർമാർ, പ്രത്യേകിച്ച് സുധർണും ജഡേജയ്ക്കും കുൽദീപിനും കൂടി പിഴുതെടുക്കാവുന്ന വിക്കറ്റുകളെ ലങ്കയുടേതുള്ളൂ. ഇന്നത്തെ പോലെ ചില അപ്രതീക്ഷിത കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു 3 ദിവസം പിന്നിടുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗാളിലെ പിച്ച് എന്ന് പറയുന്നത് മറ്റേ നമ്മൾ പഴകുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെ എന്നൊക്കെ പറയുന്ന പോലെ പിച്ച് പഴകുന്തോറും നല്ല സ്പിന്നർമാർക്ക് നല്ല ആനുകൂല്യം കിട്ടുന്നുണ്ട്. ഇന്നൊക്കെ ജഡേജയുടെ വിക്കറ്റുകൾ, മാനവസുദ്ധറിൻ്റെ വിക്കറ്റുകളൊക്കെ നല്ല ടേൺ ചെയ്ത് ബൗൾഡ് ആവുന്ന കാഴ്ച. LB-ലേക്ക് പോയത് നല്ല ടേണിംഗ് ആയിരുന്നു. അത് ലാസ്റ്റ് വിക്കറ്റ് വന്ന കീപ്പർ ഇതായിക്കോട്ടെ, കൃത്യമായിട്ട് നല്ല ടേൺ വന്ന വിക്കറ്റുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. അപ്പം തന്നെ ശ്രീലങ്കയെ കുറിച്ച് പറയാനുള്ളത്, അവർ ഒരു ഘട്ടത്തിൽ 90-ന് 5 റൺസ് എന്ന നിലയിൽ വലിയ രീതിയിൽ തകർത്തിരുന്നു. പിന്നീടാണ് അവിടെ സോണൽ ദിനുഷയും ഡിക്വല്ലയും കൂടി ചേർന്ന് ഒരു ഗംഭീരമായ കൂട്ടുകെട്ട് നടന്നത്. അതിൽ തന്നെ 90-5 എന്നുള്ള നിലയിൽ വന്നിട്ട് ദിനുഷത്തിന് മുമ്പ് ദിനുഷ സോണലാകെ 3 ടെസ്റ്റേ കളിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് 4ാമത്തെ മാത്രം ടെസ്റ്റാണ്. 25 വയസ്സായിട്ടുള്ളൂ. അദ്ദേഹം ഒരു ഗംഭീരമായ ഇന്നിങ്സാണ് നടന്നത്. അതിന് മുമ്പ് വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഒരു 90+ അടിച്ചിരുന്നു. ഇന്ത്യക്കെതിരെ പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റി ബൗളിംഗ് യൂണിറ്റിനെതിരെ ഹോം ഗ്രൗണ്ടിൽ ഒരു ഗംഭീരമായ പ്രകടനം തന്നെയാണ് നടത്തിയത്. ഒപ്പം തന്നെ ഡിക്വല്ല ആയിക്കോട്ടെ ഒരു 80+ അടിച്ചുകൊണ്ട് നല്ലൊരു പാർട്ണർഷിപ്പാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചത്, സെഞ്ചുറി ഇല്ലാതെ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരങ്ങളിലെ നോക്കുമ്പോൾ 2ാം സ്ഥാനത്ത് ഡിക്വലിയുണ്ട്. അങ്ങനെ ഒരു കൗതുകം കൂടി അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ജഡേജയും സുധർണയും എടുത്ത് പറയാം. അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ 100 പന്തുകൾ അദ്ദേഹം ഫേസ് ചെയ്യുന്നത് 21 ഇന്നിങ്സുകൾക്ക് ശേഷമാണ്. അതെ. ഇതിന് 3 വർഷത്തിന് ശേഷമാണ് അത് തിരിച്ചു വരുന്നതെന്നുള്ള കാര്യം കൂടി ആലോചിക്കണം. ഒപ്പം തന്നെ ജഡേജയും സുധർണയും നമ്മൾ എടുത്ത് പറയേണ്ടത്, ജഡേജയിൽ ഒരു വലിയൊരു മൈൽ സ്റ്റോണിലേക്കും കൂടി പോയിട്ടുണ്ട്. കാരണം 350+ വിക്കറ്റ്, 4000 റൺസ് ടെസ്റ്റിൽ നേടുന്ന 4ാമത്തെ മാത്രം പ്ലെയറായി അദ്ദേഹം മാറാണ് ടെസ്റ്റ് ഹിസ്റ്ററിയിൽ. 120 വർഷം പഴക്കമുള്ള ടെസ്റ്റിൽ ഈ വിധം ഒരു ഗംഭീരമായ ഒരു അച്ചീവ്മെന്റാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതിഗംഭീരമായിട്ട് മറ്റൊരു കൗതുകം, കപിൽ ദേവ് ഉണ്ട്, ബോത്തുണ്ട്, ഇമ്രാൻ ഖാൻ, കപിൽ ദേവ്, ഇമ്രാൻ ഇല്ല കപിൽ ദേവ്, ഇയാൻ ബോതം, ഒപ്പം തന്നെ ഡാനിയൽ വെട്ടോറിയാണ്. 4000+ 350 വിക്കറ്റ് ഉള്ളത്. അപ്പോൾ അത്തരത്തിലൊരു വലിയ നേട്ടത്തിലേക്ക് ജഡേജ എത്തുന്നു. ഒരു മോഡേൺ ഡേ ബെസ്റ്റ് ക്രിക്കറ്റർ എന്നുള്ള ഓൾറൗണ്ടർ എന്നുള്ള നിലയിലേക്ക് ജഡേജ ഓൾറെഡി വന്നിട്ടുണ്ട്. അത് അദ്ദേഹം വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുന്നു ഈ ഒരു ഏജിലും. ഒപ്പം മാനവസുദ്ധറിൻ്റെ അദ്ദേഹം അഫ്ഗാനിസ്ഥാനെതിരെ ഒരു 6 ഫോർ അദ്ദേഹത്തിനുണ്ടായിരുന്നു.
ഇപ്പോൾ ഒരു നിർണായക മത്സരത്തിലൊരു 4 വിക്കറ്റ് എടുത്തുകൊണ്ട് വലിയ പ്രതീക്ഷ നൽകി. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോഴേ വലിയ ഗംഭീരമായ മൊമെൻറ്റുകൾ ഉണ്ടായിരുന്നു. തന്നെ ഒരു അസാധ്യ വിഷ്വൽ ഉണ്ടായിരുന്നു. ദേവദത്ത് പടിക്കൽ സെഞ്ചുറി, നമുക്കറിയാം ഇൻഡിപെൻഡൻസ് ഡേക്ക് ആയിരുന്നു, ഇന്ത്യയുടെ ഫ്ലാഗ് അവിടെ നിൽക്കുന്നത്. ആ സമയത്ത് പുള്ളി ബാറ്റ് ഒരു വീശുമ്പോൾ ഒരു ഗംഭീരമായ ഒരു മൊമെന്റ് അവിടെ സ്വാതന്ത്ര്യ ദിനത്തിൽ സെഞ്ചുറി അടിക്കുക എന്നുള്ള ഒരു അപൂർവ നേട്ടമാണ്. ആ ഫ്ലാഗിന്റെ ഇടയിൽ നിന്ന് അദ്ദേഹം ബാറ്റ് ഉയർത്തി കാണികൾ അഭിവാദ്യം ചെയ്യുന്ന ഗംഭീരമായ വിഷയമാണ്. എൻ്റെ വൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം 3 ഭാഗത്തും കടലാൽ ചുറ്റപ്പെട്ട സ്റ്റേഡിയമാണ് ഗോൾഡ് സ്റ്റേഡിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭംഗി ആ ഫ്രെയിമിലുണ്ടായിരുന്നു. ആ മൊമെന്റ് അതിനേക്കാളും പ്രശസ്തമാണ്. ആ സെഞ്ചുറി അതിമനോഹരം തന്നെ. യെസ്. ഒപ്പം തന്നെ ധ്രുവ് ജുറേല് ഇപ്പോൾ നമ്മൾ സർഫ്രാസിനെ കളിപ്പിക്കുമെന്നുള്ള രീതിയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ധ്രുവ് ജുറേലിനാണ് കളിപ്പിക്കുന്നത്. ജുറേല് അവിടെ ഋഷഭ് പന്തും ഉണ്ട്, കെ എൽ രാഹുൽ ഉണ്ട്, 2 വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുണ്ടായിട്ട് ഒരു മൂന്നാമതൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ തന്നെയാണ് ഇന്ത്യ കളിപ്പിക്കുന്നത് ധ്രുവ് ജുറേലിനെ. അപ്പോൾ അത് പാളിയിരുന്നെങ്കിൽ ജുറേലിന് വലിയ രീതിയിൽ തിരിച്ചിട്ടുണ്ട്. കാരണം അവിടെ സർഫ്രാസ് ഉൾപ്പെടെയുള്ള താരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ജുറേലിനെ കളിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു 50 നേടിക്കൊണ്ട് വളരെ ഗംഭീരമായൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കി ഇന്ത്യയുടെ ഒരു ഹൈ സ്കോറിലേക്ക് വലിയ സംഭാവന നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കെ എൽ രാഹുലിനെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, രാഹുലിൻ്റെ 80+ വളരെ കുശൽ തന്നെ. എന്തായാലും ഇന്ത്യക്ക് വളരെ പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാളെ ഒരു 80 ഓവറിൻ്റെ അടുത്ത് ബാറ്റ് ചെയ്ത് മഴയില്ലാതിരിക്കട്ടെ ഒരു 350 അടുത്ത് ഒരു 300+ നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 ടാർഗറ്റ് ശ്രീലങ്കയ്ക്ക് വെക്കുന്നു. ശ്രീലങ്കയെ 5-ാം ദിനം ചുരുട്ടിക്കെട്ടുന്ന രീതിയിലായിരിക്കും ഇന്ത്യയുടെ പ്ലാൻ എന്ന് പറയുന്നത്. സമീർ കൂടി ചേരാം. സമീറിൻ്റെ പ്രതീക്ഷ എന്താണ്? മത്സരം ജയത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. നേരെ മറിച്ച് ഈ മത്സരത്തിൽ ആകർഷകമായിട്ട് തോന്നിയിട്ടുള്ള മൊമെൻ്റ് ഏതാണ്? 2 സെഞ്ചുറികൾ കണ്ടു നമ്മൾ. ദേവദത്ത് പടിക്കലിൻ്റെ സെഞ്ചുറി കണ്ടു, ദിനുഷയുടെ സെഞ്ചുറിയും കണ്ടു. രണ്ടും അത് ഡിസർവ് ചെയ്യുന്നിട്ടുള്ള മെറിറ്റിലുള്ള സെഞ്ചുറികൾ തന്നെയാണ്. അപ്പോൾ പോക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റ് ഒരു പക്ഷേ ഒരു ഫലമുണ്ടാക്കുന്നില്ലെങ്കിൽ പോലും ഇരു ടീമുകൾക്കും പ്രതീക്ഷ നൽകുന്നതാണ്. നമ്മൾ തുടർച്ചയായിട്ട് തോറ്റ് നിൽക്കുന്ന ഒരു ഘട്ടമാണ്. മറുഭാഗത്ത് എമർജ് ചെയ്യാൻ ഒരു തിരിച്ചു വരാൻ ശ്രമിക്കുന്ന ഒരു ശ്രീലങ്കയാണ്. അപ്പം മൊത്തത്തിൽ 2 ടീമുകൾ നോക്കുമ്പോഴേയും ടെസ്റ്റ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ടീം. ഇപ്പോൾ സമീപകാലത്ത് ഇന്ത്യയുടെ പ്രകടനം പ്രത്യേകിച്ച് ടെസ്റ്റിൽ നോക്കുമ്പോൾ അത്ര ആശയവാഹമല്ല. അഫ്ഗാനിസ്ഥാനെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടാണ് ഇപ്പോൾ അടുത്തിടെ ടെസ്റ്റ് പരമ്പര ഇന്ത്യ വിജയിച്ചിട്ടുള്ളത്. അഫ്ഗാനിസ്ഥാനെതിരാണെങ്കിൽ പോലും അതൊരു ഏക ടെസ്റ്റ് കൂടിയാണ്. അതിനു മുമ്പ് ദക്ഷിണാഫ്രിക്കക്കെതിരെ ടെസ്റ്റ് പരമ്പര തോൽക്കുന്നു. ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗവാസ്കർ മുതൽ കിവീസിനെതിരെ വൈറ്റ് വാഷ് മുതൽ തുടങ്ങിയ ഒരു പതനാണ്. അപ്പോൾ ആ ഒരു ചിത്രം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രകടനം വളരെ നല്ല പ്രകടനമായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രകടനം ലോകകപ്പ് ഫുട്ബോൾ കഴിഞ്ഞിട്ടുള്ളൊരു ഫസ്റ്റ് ടൂർണമെൻറ്റാണ്. ഒരു സ്പോർട്സിലൊരു ക്രിക്കറ്റ് പ്രേമികളൊക്കെ നോക്കിക്കാണുന്ന ഒരു ടൂർണമെൻറ്റ് കൂടിയാണ്. പക്ഷേ ക്രിക്കറ്റ് പ്രേമികൾ അത്ര തന്നെ എൻഗേജഡ് ആയിട്ടില്ലെങ്കിൽ പോലും തലപ്പത്തുള്ളവർക്ക് ഭയങ്കര തലവേദനയാണ്. കാരണം ചീഫ് സെലക്ടർ അജിത് അഗാക്കറിൻ്റെ കാലാവധി BCCI ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് പുനരാലോചിക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ത്യക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു ടെസ്റ്റ് പരമ്പരയായിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് സർക്കിൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് ഇത് ഫുള്ളായിട്ട് തൂത്തുവാരിയാൽ പോലും ഒരു പ്രതീക്ഷയൊന്നും വെക്കേണ്ട കാര്യമില്ല. കാരണം നിലവിലിപ്പോൾ 5-ാം സ്ഥാനത്താണുള്ളത്. ശ്രീലങ്കയ്ക്കെതിരെ വിജയിച്ചാൽ 4-ാം സ്ഥാനത്തേക്ക് മാക്സിമം എത്താൻ പറ്റുന്നുണ്ടാവുള്ളൂ. എന്നാലും ഇനിയുള്ള 9 ടെസ്റ്റുകളിൽ ഒരു 8 ടെസ്റ്റോ 7 ടെസ്റ്റൊക്കെ ഇന്ത്യ വിജയിക്കേണ്ടതുണ്ട്. ഇന്ത്യക്ക് ഇനി വരുന്നത് ന്യൂസിലാൻഡിനെതിരാണ്, ഓസ്ട്രേലിയക്കെതിരാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും അജിത് അഗാക്കറിനെയും ഗംഭീറിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ടെസ്റ്റ് പരമ്പര. അപ്പോൾ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ധനുഷയുടെ കാര്യവും പറഞ്ഞു, പടിക്കലിൻ്റെ കാര്യം പറഞ്ഞു. 2 പേരും കന്നി ടെസ്റ്റ് സെഞ്ചുറിയാണ് നേടുന്നതെന്നുള്ളതാണ്. അഥവാ ധനുഷ 4-ാം ടെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ദേവദത്ത് പടിക്കൽ 3-ാം ടെസ്റ്റിലാണെന്നുള്ളത്. ഇപ്പോൾ പടിക്കലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പടിക്കൽ അത്യാവശ്യം നല്ല പ്രതിഭ ഉണ്ടായിട്ടും പല സമയത്തും തഴയപ്പെട്ട ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ IPL-ന് ശേഷം IPL-ൽ RCBക്ക് വേണ്ടിയിട്ട് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. വിരാട് കോഹ്ലിക്കൊപ്പം ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്നു. അതിനുശേഷം ഏത് ഫോർമാറ്റിലും താൻ തിളങ്ങുന്നു തെളിയിക്കുന്ന ഒരു പടിക്കലിനെയാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് ഈ പരമ്പരയ്ക്ക് മുമ്പ് തന്നെ ഒരു സന്നാഹ മത്സരം നടന്നിരുന്നു. അന്ന് പടിക്കൽ മാത്രമാണ് തിളങ്ങിയിട്ടുള്ളത്. അന്നും ആൾ സെഞ്ചുറി അടിച്ചിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഫലം എന്തായാലും ഒരു ഇന്ത്യയുടെ ഒരു പടിക്കലിൻ്റെ ഒരു ഉയർപ്പ് കാണാൻ പറ്റുന്ന ഒരു മത്സരമാണ്. ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ വിജയിച്ചാൽ പോലും ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ, വെസ്റ്റ് ഇൻഡീസ് അവരെ പോലെ ഒരു ടീമിനെ തോൽപ്പിച്ചു എന്നുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ എങ്കിലും സായ് സുദർശൻ പരിക്കേറ്റത് കൊണ്ട് മാത്രമാണ് പടിക്കൽ ഒരു പക്ഷേ ടീമിൽ ഇടം നേടിയിട്ടുണ്ടാവുക. അർത്ഥത്തിൽ പടിക്കലിൻ്റെ കംബാക്ക്, ധനുഷയെ പോലെയുള്ളവരുടെ കന്നി സെഞ്ചുറി,
പിന്നെ ഈ മാനവ് സുധറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആളെ രണ്ടാമത്തെ ടെസ്റ്റാണ്. ഇപ്പോൾ തന്നെ 10 വിക്കറ്റിന് മേലെ ആൾ നേടിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും സ്പിന്ന് 8 വിക്കറ്റ് ഇന്ത്യ വീഴ്ത്തിയത് സ്പിൻ വെച്ചിട്ട് തന്നെയാണ്. ശ്രീലങ്കയാണെങ്കിലും 6-7 വിക്കറ്റുകൾ നേടിയിട്ടുള്ളത് സ്പിൻ മൂലം തന്നെയാണ്. അപ്പോൾ സ്പിൻ തന്നെയായിരിക്കും നാളെ മറ്റന്നാളെ ഉണ്ടാവുന്ന സ്പിൻ തന്ത്രങ്ങൾ തന്നെയായിരിക്കും ഏത് ടീമാണ് വിജയിക്കുക എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതാണ് നാളത്തെ കളി. ഞാൻ പറഞ്ഞല്ലോ, നാളത്തെ കളി നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ആദ്യ ഇന്നിങ്സിൽ നമ്മൾ ഒരു ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിൽ പോലും ഈ പിച്ചിൻ്റെ സ്വഭാവം മാറിയ സാഹചര്യത്തിൽ വെല്ലുവിളി ഉയർത്താനുള്ള സാഹചര്യം അവിടെയുണ്ട്. കാരണം പ്രത്യേകിച്ച് അവർക്കും ഗംഭീരമായിട്ടൊരു സ്പിന്നറുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹവും വിക്കറ്റുകൾ വീഴ്ത്തുന്നു, 4 വിക്കറ്റ് വീഴ്ത്തിയ ഒരു താരം ശ്രീലങ്കൻ നിരയിലുമുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ത്രെറ്റിനെ അതിജീവിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള 178-നൊപ്പം എത്ര റൺസ് കൂടി ചേർത്താൽ സേഫ് സോണിലേക്ക് എത്തും ഇന്ത്യ എന്നാണ് ഒരു പ്രതീക്ഷ നിലവിലെ സാഹചര്യത്തിൽ? അല്ല, അവരുടെ ഒന്നും സ്പിന്നേഴ്സിനെ ഇന്ത്യ അനായാസം നേരിട്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ആ വിധത്തിൽ ത്രെട്ടില്ല. കാരണം അവിടെ ഫോമാവൻ ജയ്സ്വാളിന് വരാനുണ്ട്, ഗില്ല് കളിക്കാനുണ്ട്, രാഹുൽ കളിക്കാനുണ്ട്, പടിക്കൽ കളിക്കാനുണ്ട്, പന്ത് കളിക്കാനുണ്ട്, ജുറേൽ കളിക്കാനുണ്ട്. ഇന്ത്യക്ക് ബാറ്റിംഗ് തരത്തിൽ ഒരു ആശങ്കയുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാളെ കുറെ കൂടി ഒരു അറ്റാക്ക് മോഡിലായിരിക്കും ഇന്ത്യ കളിക്കുക. ഒരു 5 അല്ലെങ്കിൽ 4.5 അല്ലെങ്കിൽ 5 റൺ റേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ കളിച്ച് ഒരു 350 റൺസ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവാണത്. 350 റൺസ് നേടി ഡിക്ലെയർ ചെയ്യുന്നു. ഒരു 500 അടുത്ത് ടാർഗറ്റ് കൊടുത്താൽ തന്നെ ഒരു ദിവസം ഒന്നും എന്തായാലും സുധറിനും ജഡേജയ്ക്കും കുൽദീപിനും മുന്നിൽ ഒരു ദിവസം ഒന്നും പിടിച്ചു നിൽക്കാൻ ലങ്കയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സോണൽ ദിനുഷയുടെയും ഡിക്കൊല്ലയുടെയും ഒരു ഗംഭീരമായൊരു പെർഫോമൻസ് വന്നുകൊണ്ട് മാത്രമാണല്ലോ അവർ ആദ്യ ഇന്നിങ്സിൽ ഈ ലെവൽ പിടിച്ചത്. 95 വിക്കറ്റ് നഷ്ടമായൊരു ടീമാണ്. അപ്പോൾ അത്തരത്തിലൊരു പാർട്ണർഷിപ്പ് ബിൽഡിംഗ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രഷർ ശ്രീലങ്കയ്ക്ക് തന്നെയാണ്. പ്രഷർ ശ്രീലങ്ക പ്രത്യേകിച്ച് അവർ തുടക്കത്തിൽ തന്നെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അവർക്കൊരു തരത്തിലുള്ള ഒരു തിരിച്ചു സാധ്യമാവുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, രണ്ടാമത്തെ പന്തിൽ തന്നെ സിറാജ് വിക്കറ്റ് എടുത്തിരുന്നു. അതിൽ നിന്ന് അവർക്ക് കരകയറങ്ങുന്നില്ല. പ്രത്യേകിച്ച് ദിനേശ് ചാണ്ടിമലിനെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാറ്റേഴ്സ് ഉണ്ടായിട്ട് പോലും അവർക്ക് ആ ഒരു രീതിയിൽ പിടിച്ചെങ്ങാൻ കഴിയുന്നില്ല. മാത്രമല്ല, ആ വിധമാണ് പന്ത് കുത്തിത്തിരിയുന്നത്. അപ്പോൾ അവിടെ ഒരു മുഴുവൻ ഒരു 90 ഓവറൊന്നും ഈ സ്പിന്നർമാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കൽ ഉറപ്പായിട്ടും ടാസ്ക് തന്നെയാണ് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം. മഴ തടസ്സപ്പെടുത്തണം. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, 3 ദിവസത്തിനകം 5 സെഷന് ഈ ടെസ്റ്റിൽ നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ രീതിയിൽ മഴ നഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ എന്തായാലും ഇന്ത്യയുടെ പ്ലാൻ തന്നെയായിരിക്കും ലീഡ് ഉൾപ്പെടെ ഒരു 500 റൺസ് വിജയലക്ഷ്യം 500 റൺ എടുത്തൊരു ടാർഗറ്റ് കൊടുത്ത് അവരെ അനായാസം കീഴ്പ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരിക്കും. ഇത് ക്രൂഷ്യൽ തന്നെയാണ്. ഈ മത്സരവും കൊളംബോയിലെ രണ്ടാമത്തെ മത്സരവും വിജയിച്ചാൽ മാത്രം പോരാ, പിന്നീടും ഒരു 5 വിജയം ഇന്ത്യക്ക് ജയിക്കണം. 5 വിജയത്തിൽ ബാക്കിയുള്ളത് 5 ഓസ്ട്രേലിയക്കെതിരെയും 2 ന്യൂസിലൻഡിനെതിരെയുമാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണമെങ്കിൽ ആധികാരികമായ വിജയങ്ങൾ ഇന്ത്യക്ക് വേണം എന്നുള്ളത് തന്നെയാണ്. ശ്രീലങ്കയിലേക്ക് വരുമ്പോൾ ശ്രീലങ്ക ഏതാണ്ട് ഒരു 96-2000 കാലഘട്ടത്തിൽ മാത്രമാണ് കാര്യമായിട്ടുള്ള ത്രെട്ട് ഇന്ത്യക്ക് ഉയർത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു ഈറ ജയസൂര്യ, ദിസിൽവ, പിന്നെ രണതുംഗ തുടങ്ങിയ മഹാനാമ തുടങ്ങിയവരൊക്കെ ഒഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ അട്ടപ്പെട്ടുമൊക്കെ ഉള്ള സമയത്താണ് വലിയ രീതിയിൽ ഇന്ത്യ ഭീഷണി നേരിട്ടത്. ഈവൻ ശ്രീലങ്കയിൽ പോലും ആ സമയങ്ങളിലും ഇന്ത്യ മേധാവിത്വം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ളൊരു മേധാവിത്വം ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്താൻ ശ്രീലങ്കയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഈ പരമ്പര ശ്രീലങ്കയുടെ കൂടി ഒരു തിരിച്ചുവരവിൻ്റെതായി മാറാനുള്ള സാധ്യത എത്രത്തോളമാണ് കാണുന്നത്? കാരണം പ്രത്യേകിച്ച് ശ്രീലങ്കയൊക്കെ സജീവമാകേണ്ടത് നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ശ്രീലങ്കൻ്റെ ടെസ്റ്റ് മത്സരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശ്രീലങ്കയ്ക്ക് ടെസ്റ്റ് മത്സരങ്ങൾ കൂടുതൽ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് അവർ ഒരു ആരോപണം ഉയർത്തിയിരുന്നു. അപ്പോൾ ശ്രീലങ്ക എന്ന് പറയുന്നപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാൻ, വെസ്റ്റ് ഇൻഡീസ് ശ്രീലങ്കയോട് ജയിച്ചാൽ ആ രീതിയിലാണ് കാണപ്പെടുന്നുണ്ടാവുക. പക്ഷേ എങ്കിലും ശ്രീലങ്ക തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്. ശ്രീലങ്ക പണ്ട് ഒരുപക്ഷെ ഇന്ത്യയെ ഉറപ്പിച്ച ഒരു ടീമും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഓർത്തു നോക്കുമ്പോൾ 2010 പോകേണ്ടി വരുന്നതൊരു കഷ്ടം തന്നെയാണ്. ശ്രീലങ്ക ഏതായാലും തിരിച്ചു വരുന്നത് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ ജയശേട്ടൻ പറഞ്ഞ പോലെ സ്പിൻ തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമാവുന്നുണ്ടാവുക. ശ്രീലങ്കയുടെ തിരിച്ചുവരവിന് വലിയ പ്രചോദനം ശ്രീലങ്കയേക്കാൾ കുഞ്ഞന്മാരെന്ന് നമ്മൾ പറയപ്പെടുന്ന ബംഗ്ലാദേശൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഡാർവിൻ ടെസ്റ്റിൽ ഓസ്ട്രേലിയയിൽ അക്ഷരാർത്ഥത്തിൽ എല്ലാ മേഖലയിലും, ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും ഫീൽഡിങ്ങിലായാലും ഫുൾ ടീമുള്ള സ്മിത്ത്, കമ്മിൻസ് ഉൾപ്പെടെയുള്ള എല്ലാവരുമുള്ള ഓസ്ട്രേലിയയെ വിറപ്പിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിൽ പോയി ഡാർവിനിൽ ഒരു ഗംഭീരമായ വിജയം ബംഗ്ലാദേശ് നേടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പോരാട്ടത്തിൻ്റെ സാധനങ്ങൾ ശ്രീലങ്കയേക്കാൾ കുഞ്ഞന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന ബംഗ്ലാദേശൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഒരു വലിയ പോസിറ്റീവായിട്ട് ലങ്ക എടുക്കുന്നു. അപ്പോൾ ഇന്ത്യക്ക് പോലും ഇല്ലാത്ത ഒരു റെക്കോർഡാണ് ബംഗ്ലാദേശ് സ്വന്തമാക്കിയത്. ഈ ടെസ്റ്റ് മുന്നോട്ട് വെക്കുന്നത് സോണൽ ദിനുഷ തീർച്ചയായിട്ടും ഒരു യുവതാരമാണ്. മധ്യനിരയിൽ ജയവർദ്ധനെ പോലെയൊക്കെ ആയി മാറാൻ ശേഷിയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം. അദ്ദേഹം നിർണായക ഘട്ടങ്ങളിൽ 6 അടിച്ച് സ്കോർ ഉയർത്തുന്നു. അതായത് അദ്ദേഹത്തിലായിരുന്നു ഈ ഫോളോ ഓൺ ഭീഷണി ഒഴിവാക്കാനുള്ള പ്രതീക്ഷ അത്രയും ഉണ്ടായിരുന്നു.
ടിക്കോലയുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു 100-ലേക്ക് ഇനി എത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല. എന്നിട്ടുള്ളത് നിരാശയാണ്. നിരാശൻ ടിക്കോല 3 വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നു. പ്രഭാത് ജയസൂര്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്പിന്നറുടെ പേര് പ്രഭാത് ജയസൂര്യ. ജയസൂര്യയുടെ പാരമ്പര്യം അദ്ദേഹം 4 വിക്കറ്റുകൾ പിഴുതിട്ടുണ്ട്. പക്ഷേ 109 റൺസ് എങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. കേശര നുവാന്ത എന്ന് പറഞ്ഞ കന്നി ടെസ്റ്റ് കളിക്കുന്ന ബൗളർ തന്നെ 3 വിക്കറ്റ് വീഴ്ത്തിയത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ മൊത്തത്തിൽ നോക്കിയത് നമ്മുടെ ഇന്ത്യയുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോലും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ശ്രീലങ്കയ്ക്കും ഒരുപാട് യുവതാരങ്ങൾ ഉയർന്നു വരുന്നത്. ഇനിയിപ്പോൾ അവർക്ക് വേണ്ടത് കൂടുതൽ മത്സരങ്ങളാണ്. ഒരുപക്ഷേ സമീർ സൂചിപ്പിച്ച പോലെ കൂടുതൽ മത്സരങ്ങളായിരിക്കും. അത് ഈ പരമ്പരയോട് കൂടി അവർക്ക് ഒരു ഗിയറിൽ ഒരു മൊമെൻറ്റത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളതല്ലേ? യെസ്, ഉറപ്പായിട്ടും. കാരണം കൂടുതൽ മത്സരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രീലങ്ക വലിയ രീതിയിൽ തിരിച്ചുവരവിൻ്റെ വാതിൽ തന്നെ. കാരണം ശ്രീലങ്കയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നത്, ഒരു തരത്തിൽ ഒരു സമയങ്ങളിൽ 90കളിൽ 2000-ൻ്റെ തുടക്കങ്ങളിലൊക്കെ ഇന്ത്യയും ശ്രീലങ്കയ്ക്ക് ഏകദേശം തുല്യ ശക്തികളായിരുന്നു. ആ വിധം ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് നമുക്കിവിടെ സച്ചിൻ, ഗാംഗുലി, ദ്രാവിഡ് പറയുമ്പോൾ അവിടെ ജയസൂര്യ ഉൾപ്പെടെയുള്ള താരങ്ങൾ, ജയസൂര്യ പിന്നീട് അതിനുശേഷമുള്ള തലമുറ, ജയവർദ്ധൻ ഉൾപ്പെടെയുള്ളൊരു തലമുറ ഇവിടെ ഉണ്ട്. ബൗളിങ്ങിലേക്ക് നോക്കുമ്പോഴും അതെ, ഒരു പരിധിവരെ ഇന്ത്യക്കാൾ മികച്ച ബൗളേഴ്സാണ് അവിടെയുള്ളത്. അമിന്ദവാസ്, മുത്തയ്യ മുരളീധരൻ ഉൾപ്പെടെയുള്ള ഗംഭീരമായ ബൗളേഴ്സ് അവിടെയുണ്ട്. 2011 നമ്മള് ഫേസ് ടു ഫേസ് 50-50% ആണ് കൊടുത്തിരുന്നത്. അതെ അതെ. പിന്നീട് മലിംഗ ഉൾപ്പെടെയുള്ള താരങ്ങൾ അവിടെ വരുന്നു. ഇന്ത്യ കൃത്യമായിട്ട് ഒരു തലമുറ, ഒരു ടോപ്പ് തലമുറ പടിയിറങ്ങുമെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നെ അടുത്തൊരു ജനറേഷൻ ഇന്ത്യക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇപ്പോൾ രോഹിത് ആയിക്കോട്ടെ, വിരാട് കോഹ്ലി ആയിക്കോട്ടെ, പിന്നീട് രഹാനെ ആയിക്കോട്ടെ, ബൗളിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ബുംറ അടക്കമുള്ള താരങ്ങൾ കൃത്യമായിട്ട് ജനറേഷൻ ഷിഫ്റ്റ് അവിടെ കൃത്യമായിരുന്നു. ശ്രീലങ്കയിലേക്ക് വന്നപ്പോൾ അത് ഉണ്ടായില്ല എന്നുള്ളത്. അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങളായിട്ടുണ്ട്. എന്നാൽ പോലും ബോർഡും കാര്യമായിട്ട് അവിടെ അടുത്തൊരു നെക്സ്റ്റ് സെറ്റ് ഓഫ് പ്ലെയേഴ്സിനെ കൊണ്ടുവരാൻ ലങ്കയ്ക്ക് കഴിഞ്ഞില്ല. അതുതന്നെയാണ് അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു അപജയത്തിന് കാരണം. ഇനി പക്ഷേ അതിൻ്റെ കൂടുതൽ പറഞ്ഞിട്ട് ലങ്കയുടെ ഏറ്റവും ഭാവി വാഗ്ദാനമായി കരുതിയ പേസ് ബോളറാണ് ഏഷ്യൻ ഗെയിംസിൽ കോമൺവെൽത്ത് ഗെയിംസിൽ അവർക്ക് മെഡൽ നൽകിയത് ജാവലിൻ ത്രോയിൽ. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോയ കളിക്കാരുണ്ട് ഭാവി വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും 3 ദിവസം മത്സരം കഴിഞ്ഞിരിക്കുന്നു. ഇനി 2 ദിവസത്തെ മത്സരം ബാക്കിയുണ്ട്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ആദ്യ ടെസ്റ്റ്. ഗലയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. എങ്കിലും പ്രതീക്ഷയാണ് ഇന്ത്യ വിജയിക്കുമെന്നുള്ള. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. പക്ഷേ ഇനി മഴ കളി തടസ്സപ്പെടാതിരിക്കുക, കടുത്ത സ്പിന്നിനെ ഇന്ത്യൻ ബാറ്റർമാർ 2ാം ഇന്നിംഗ്സിൽ അതിജീവിക്കുക, മികച്ചൊരു ലക്ഷ്യം മുന്നോട്ട് വെക്കുക. അതിനുശേഷം ഇന്ത്യൻ സ്പിന്നർമാരായിട്ടുള്ള 3-അംഗ ത്രിമൻ ആർമി, കുൽദീപ് യാദവ്, രവീന്ദ്ര ജഡേജ ഒപ്പം മാനവ് സുന്ദർ ചേർന്ന് ലങ്കയെ എറിഞ്ഞിടുക എന്നുള്ളതാണ് ഇനി അവശേഷിക്കുന്ന ദൗത്യം. ആവശ്യകരമായിരിക്കും ഇനിയുള്ള 2 ദിവസങ്ങൾ എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും മികച്ച വിജയത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം. നമസ്കാരം.